എന്നാണ് നീ വിപ്ലവകാരിയായത്? എന്നാണ് നീ സ്വാതന്ത്ര്യ യോദ്ധാവായത്? മാഷേ, മാഷേ, യവനൊരു പാവം ചെക്കന് പൗലോസ്. ചീത്തത്തനങ്ങളൊന്നുമില്ല. പൗലോസോ? അതെ മാഷേ. മാഷിന് ഇഷ്ടമാവുമെങ്കിൽ യവനായിക്കോട്ടെ വേലക്കാരനായിട്ട്. ഇവനോ? ഈ വൃത്തികെട്ട നസ്രാണി ചെക്കനാണോ നേരെ ഒരു നമ്പൂരിയുടെ അരൂപ്പുകാരനായിട്ട്? സാരമില്ല, പുണ്യാഹം ചെയ്തെടുക്കേണ്ടി വരുവന്. ആ, എന്തായാലും അകത്തേക്ക് കയറി വാ. ഇവനതിന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ അറിയോ രാമനാരെ? അതൊക്കെ ഇനി പഠിച്ചോളും. തള്ളയില്ലാത്ത ചെക്കനാ മാഷെ. തന്ത ഒരു മുഴുക്കുടിയൻ, അയാൾക്ക് വേറെ പെണ്ണും കുട്ടിയുണ്ട്. അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനെങ്കിലും. ശരി, വൃത്തിയായിട്ടൊക്കെ നിൽക്കണം. ആദ്യം നന്നായി ഒന്ന് കുളിക്കട്ടെ അവൻ. അതേക്ക് വയ്ക്കും. ചെല്ല്, അച്ചടക്കത്തോടെ അനുസരണയോടെ നിൽക്കണം. ചെല്ല്. എന്നാ ഞാനങ്ങോട്ട്. ആ മഴയുള്ള പ്രഭാതത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ പോലെ എന്റെ മുന്നിലേക്ക് വന്ന നിനക്ക് എന്നാണ് പൗലോസേ ഒരു വിപ്ലവകാരിയുടെ മനസ്സുണ്ടായത്? പുറത്തേക്ക് എൻ്റെ ഒന്ന് കോരി കുളിച്ചിട്ട് ഈ വൃത്തികെട്ട വേഷമൊക്കെ ഒന്ന് മാറും. തൽക്കാലം ഇതിട്ടോ. കുളിച്ചു വരുമ്പോ അടുക്കളയിൽ എന്ത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരി സാർ. സാറല്ല, മാഷ്. എല്ലാവരും വിളിക്കുന്ന പോലെ മാഷിന്ന് വിളിച്ചാൽ മതി. നീയും കുളിച്ചിട്ടോ. എന്താ വീഴുന്നൊരു ശബ്ദം കേട്ട്? അത് പാത്രം എടുത്തപ്പം. ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല. ഇതെന്താ വെള്ളത്തിന് പതിവില്ലാത്ത രുചിഭേദം? ഇതാരാ വെള്ളത്തിൽ തുളസിയിലിടാൻ പറഞ്ഞത്? തുളസിയില നല്ലതാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുറ്റത്ത് നിക്കുന്ന കണ്ടപ്പോ. പരിഭ്രമിക്കണ്ട, നന്നായി. ഇതെന്താ? നന്നായിണ്ടല്ലോ. ഇവിടുന്ന് പിടിച്ചു കൂത്തുണ്ടാക്കാൻ. ഞാൻ കരുതിയത് നിനക്ക് ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന. ഒന്നും അറിഞ്ഞിട്ടല്ല മാഷേ, പിന്നെ എങ്ങനെയൊക്കെയോ. എന്റെ മനസ്സ് വായിച്ചറിഞ്ഞ പോലെ. ഞാന് അരി അടുപ്പ് തരാം. മാഷേ, മാഷേ. ചെക്കനെ വിളിക്കും മാഷേ. ശേഖരനെ കൂട്ടിക്കൊണ്ടുവന്നു ഞാൻ. യവന്റെ മുടി വെട്ടി ഒന്ന് വൃത്തിയാക്കട്ടെ. വേണ്ട രാമനാര്, ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതാ ഇവനൊരാള് അല്ലടാ. മാഷല്ലേ പറഞ്ഞത്? അന്ന് കണ്ടപ്പോ അങ്ങനെ തോന്നിയെന്ന് നേരാ. വേണ്ട,
ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നിന്റെ മുടി മുറിക്കുന്നില്ല, ഉം. അതേക്ക് വയ്ക്കോ. നീ ഇനി എന്ത് ചെയ്യും? കാശ് കയ്യിലുണ്ടോ? ആശാന്റെ മുടി വെട്ടാ. അതങ്ങ് മനസ്സിരിക്കട്ടെ. എന്താ രണ്ടുപേരും തമ്മിലൊരു ചർച്ച? ഒന്നുമില്ല മാഷെ, ഞങ്ങൾ പോട്ടെ. അല്ല രാമനാരെ, പോസ്റ്റ്മാൻ റഷീദിനെ കണ്ടിട്ട് 2 ദിവസമായി. പാലം കടന്ന് വരാനുള്ള മടി കൊണ്ട് വരാത്തതാണോ? കണ്ടാലൊന്ന് ചോദിക്കണം. ശരി മാഷെ. ബാ. ഞാൻ എങ്ങനെയാ ജീവിക്കുക? 2 ദിവസമൊക്കെ കുട്ടിയുടെ കത്തില്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കുക? ഇങ്ങനെ എന്നെ കഷ്ടപ്പെടുത്തരുത്. ഇനി എത്ര കാലമാ കുട്ടി ഇങ്ങനെ അക്കരയും ഇക്കരയും? ജോലി സ്ഥിരമാവാൻ ഇനിയും 6 മാസം കഴിയണം. 6 മാസം 6 മാസം കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടോ തനിക്ക്? കാത്തിരിക്കും. പോസ്റ്റ്മാൻ വരില്ല. രാമൻ നായർ പറഞ്ഞു പോസ്റ്റ്മാൻ ലീവാണെന്ന്, ആസ്പത്രിയിലാണെന്ന്. ഓ, പുഴ കടന്ന ഒരൊറ്റ ഓട്ടത്തിന് പോസ്റ്റ് ഓഫീസിലെത്താം. ഞാൻ കൊണ്ടുവരാം മാഷെ മാഷിക്കുള്ള കത്തുകളെല്ലാം. അയക്കാവുള്ള പെട്ടിയിലിടുകയും ചെയ്യാം. ആയിക്കോട്ടെ. മാഷി കഞ്ഞി കുടിക്കും. എന്താ കുട്ടി നീ പറഞ്ഞത്? നിന്നെ തുടരുതെന്നു? അതെ, നമുക്കിങ്ങനെ നോക്കി നിൽക്കാം, സൂര്യകാന്തിയും സൂര്യനും പോലെ. കുട്ടിയുടെ ഭാവന കൊള്ളാം. പക്ഷെ എത്ര നാൾ? അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. എത്ര നാൾ? ഈ കാത്തിരിപ്പ് നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നാണോ നിന്റെ വിചാരം? നിന്റെ കാത്തിരിപ്പിന്റെ വേദന പോലെ തന്നെ എനിക്കും വേദനയുണ്ട് കുട്ടി. അതിനല്ലേ ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. എന്തായാലും കുറച്ചു കാലം കൂടി ക്ഷമിക്കേ. മാഷ് ആരോടാ സംസാരിക്കുന്നത്? ഞാൻ ഈ പൂവിനോട്. പൂവിനോട് സംസാരിക്കുക? ആ, കത്ത് കിട്ടിയോ? കത്ത് കിട്ടി. നളതമേന്തി കഥയിലെ ഹംസം കൊണ്ടുവന്നു. ചെക്ക, പൗലോസേ, വരുന്നു. വരിക്ക ചക്കയാ, വീട്ടിലുണ്ടായതാ. വരട്ടി വെച്ചാല് മാഷിന് കുറച്ചു കാലത്തേക്ക് ഉപയോഗിക്കാം. നെയ്യ് നല്ലോണം ചേർത്ത് വരട്ടണം. പറ്റുമോ നിന്നെ കൊണ്ട്? ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല, പരീക്ഷിച്ചു നോക്കാം. മാഷില്ലേ? എന്നാ ഞാൻ ഇറങ്ങുന്നു. ഇതെടുത്ത് അകത്തോണ്ടുപോയി വയ്ക്കേ. അയ്യോ 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 അയ്യോ, എന്നടാ കാണിച്ചേ? എന്റെ തണ്ടല്ലൊടിഞ്ഞല്ലോ. നിന്റെ ഈ പരാക്രമം സമ്മതിക്കില്ല, അത് പൊട്ടിക്കാൻ സമ്മതിക്കില്ല. വേണ്ട പക്ഷേ, എന്റെ മോക്ക് കൊടുക്കാന്ന് വെച്ചൊരു പൂ പൊട്ടിക്കാന്ന് നോക്കിയതാ. അതിന് ഈ ചെക്കൻ എന്നെ ഉന്തി തള്ളിയിട്ടു. 2 ദിവസം കഴിഞ്ഞാല് അത് പൊഴിഞ്ഞു വീഴും. അതിനു മുമ്പ് ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നിനക്കെന്താ ഭ്രാന്താ? സമ്മതിക്കില്ല, സമ്മതിക്കില്ല അത് പൊട്ടിക്കാൻ. എന്റെ മാഷിന്റെ ജീവനാ അത്. അഹങ്കാരിയാ. രാമനായർക്ക് വേണമെങ്കിൽ ആ പൂ കൊണ്ടുപോയിക്കോളൂ. വേണ്ട, ആ ചെക്ക് പറഞ്ഞ എന്നെ തിന്നും. നോക്കൂ കുട്ടി, പൗലോസ് അവനെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അത് നന്നായി. എന്റെ രക്ഷയ്ക്ക് ഒരാൾ കൂടിയായി. പ്രണയത്തിന്റെ മഴ, സ്നേഹത്തിന്റെ മഴ, പിരിയാനാകാത്ത ഒരു ആത്മബന്ധത്തിന്റെ കണ്ണിയായ മഴ. അതെ, മഴ പെയ്യുകയാണ്. മാഷേ, മഴ പെയ്യുന്നുണ്ടോ? ഞാനിപ്പോ കുടയുമായി വരാം.
മാഷേ മഴ പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മഴ പെയ്യാണ്, മനസ്സിലാ, അത് കാണാൻ പറ്റി. അത് ആത്മബന്ധത്തിന്റെ മഴയാ. നീ കിടന്നട. മാഷേ എന്താ ഇത്ര വൈകിയത്? പേനയിൽ മഷി ഇറക്കാൻ പോയിരുന്നു. മഷിയോ? അതെ മാഷേ, പച്ച മഷി. ഞാൻ രാവിലെ നോക്കുമ്പോ പേനയിൽ മഷി കുറവായിരുന്നു. കവലയിലെ പിടികയിൽ ഇല്ലാത്തോണ്ട് പടിഞ്ഞാറേ കവലയിലെ പിടിയെ വരെ പോകേണ്ടി വന്നു. മാഷിന് കത്ത് കിട്ടുമ്പോ മറുപടി അയക്കണ്ടേ? മഷി നിറയ്ക്കാനുള്ള കാശ് നിന്റെ ഉണ്ടായിരുന്നോ അതോ കടം പറഞ്ഞു? ഉണ്ടായിരുന്നു. കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത് നിന്റെ ശമ്പളക്കാരും നിന്റെ കാശ് ഞാൻ എടുത്തരാം. വേണ്ട മാഷേ. വേണ്ടേ? അതെന്താ, ജോലി ചെയ്തതിന് കൂലി വേണ്ടേ? ആദ്യം മാഷിന്റെ ജോലി ഒന്ന് സ്ഥിരമാട്ടെ, അത് കഴിഞ്ഞിട്ട് തന്നാ മതി. അതുവരെ കാശ് മാഷിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കണ്ണിലും മനസ്സിലും നിറയെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും പേറി നടന്ന നിനക്ക് എങ്ങനെയാ പൗലോസെ ഒരു വിപ്ലവകാരിയാവാൻ കഴിയുക? ആരാണ് നിന്നെ വിപ്ലവകാരിയാക്കിയത്? ഏത് വിപ്ലവമാണ് നിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ടയെ സ്വാഗതം ചെയ്തത്? പൗലോസെ, ഈ പുഴയിൽ വെള്ളം പൊങ്ങിയ നീ എങ്ങനെ എനിക്ക് കത്തുകൊണ്ടുവരും? ഞാൻ അക്കരെ നീന്തിപ്പോവും. നിനക്ക് നീന്താൻ അറിയോ? അതൊന്നും മാഷ് അറിയണ്ട. മാഷിന് വേണ്ടി പുഴയല്ല കടല് വരെ ഞാൻ നീന്തി. ഓ, മാഷേ കല്യാണം കഴിഞ്ഞ വരികയാണെന്ന് തോന്നുന്നു. ആ വാ. നെഞ്ചിലെ മോഹങ്ങൾ പെണ്ണിന് ചെക്കനുണ്ടേ, ചെക്കന് കാമന്റെ ശേലാന്നേ. 7-ാം നാളിലവൻ വന്നു വേലി കഴിച്ചല്ലോ. തോന്നലുകൾ മാറ്റി നാണിച്ചരികിലിരുന്നല്ലോ. തേങ്ങലുകൾ നീക്കി മാറിൽ ചേർന്നു മയങ്ങുമല്ലോ. അങ്ങനെ രണ്ടുപേരുടെയും ഒരു വലിയ സ്വപ്നം സഫലമാകുന്നു അല്ലേ പൗലോസേ? ഇതുപോലെ മാഷിന്റെ കല്യാണവും നടക്കും. പെണ്ണിന് ചെക്കനുണ്ടേ, ചെക്കന് കാമന്റെ ശേലാന്നേ. 7-ാം നാളിലവൻ വന്നു വേലി കഴിച്ചല്ലോ. നീ എന്നും പുഴയ്ക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും കൊണ്ടുവരികയും ചെയ്യുന്ന കത്തുകളിൽ മുഴുവനും എന്റെ സ്വപ്നമാണ് പൗലോസേ. രണ്ട് മനസ്സുകൾ തുടർച്ചയായി കൈമാറുന്ന ജീവിതത്തിന്റെ പ്രതീക്ഷ. എനിക്കുണ്ട് മാഷെ ഒരു സ്വപ്നം, ഒരു കൊച്ചു സ്വപ്നം. ഇവിടെ ഈ മരച്ചോട്ടിൽ ഒരു കൊച്ചു മുറുക്കാൻ കട. അതാണ് മാഷെ എന്റെ സ്വപ്നം. എന്റെ ശമ്പളമെല്ലാം സ്വരൂപിച്ച് ഒടുവിൽ തന്നാ മതിയെന്ന് പറയുന്നതും അതുകൊണ്ടാ. പിന്നെ അപ്പുറത്തെ കവലയില് ഒരു വലിയ തുണിക്കട. മാഷ് കണ്ടിട്ടില്ലേ വർഗീസ് കറിയ ആൻഡ് സൺസ്? അയാള് തുടങ്ങിയതും ഒരു മുറുക്കാൻ കടയിൽ നിന്നായിരുന്നു. അതുപോലെ നീയും ഒരു വലിയ തുണിക്കട തുടങ്ങണം പൗലോസൂട്ടാ. നിന്റെ ആ വലിയ തുണിക്കടയിലേക്ക് ഞാൻ ഒരു ദിവസം വരും, എന്റെ മകളുടെ കല്യാണത്തിന് തുണിയെടുക്കാൻ. ഇനി കടം തരണേ. പക്ഷേ നിന്റെ ആ സ്വപ്നം സഫലമായോ പൗലോസേ? നിന്റെ ശമ്പളക്കാശ് ഞാനൊരിക്കലും തരികയുണ്ടായില്ല. ഇനിയിപ്പോൾ അതുകൊണ്ടൊരു പ്രയോജനവുമില്ലാതെ പോയല്ലോ. മാഷ് പോവാ പൗലോസേ. എന്നെ കൂടി കൊണ്ടുപോകല്ലേ മാഷെ, എനിക്ക് ആരുമില്ല. അവിടെ ചെന്നിട്ട് ഒരു വീടൊക്കെ എടുത്തിട്ട് എന്റെ കല്യാണവും കഴിഞ്ഞിട്ട് ഞാൻ അറിയിക്കാം പൗലോസേ. അവിടെ ചെന്നിട്ട് നിന്റെ ശമ്പള ബാക്കി ഞാൻ അയച്ചു തരാം. തൽക്കാലം ഇത് വെച്ചോ. വേണ്ട മാഷെ. വെച്ചോടാ. വേണ്ട മാഷെ, ഞാൻ വാങ്ങില്ല. മാഷെ പെട്ടിയൊക്കെ കാറിലെടുത്ത് വെച്ചു. ഇപ്പൊ ഇറങ്ങില്ലേ ട്രെയിൻ പോവും. ആ
രാമനായർ മടങ്ങി വന്നിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. കരയല്ലേ? മാഷ് പോവാ. മാഷെ മാഷെ പച്ചമഷി പേന എടുക്കാൻ മറന്നിട്ടില്ലല്ലോ. എടുത്തിട്ടുണ്ട്. ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ആ, രാമനായർ കാണുന്നില്ലല്ലോ. ഇപ്പം വരും മാഷെ. മാഷെ പൗലോസേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മാഷെ മാഷെ കാണാൻ. മാഷക്ക് പോവാൻ സമയമായി. പോട്ടെ. ഞാൻ പോട്ടെ. പൗലോസേ, നീ ധീരനായൊരു വിപ്ലവകാരിയും ക്രൂരനായൊരു ഗുണ്ടയുമായത് എപ്പോഴാണ്? ആരാണ് നിന്നിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്? നടക്കാതെ പോയ എന്റെ വിവാഹമാണോ അതിനൊരു കാരണം? അല്ലെങ്കിൽ നീ എന്റെ നഗരത്തിലെ വീട്ടിൽ ഞങ്ങളോടൊപ്പം വിപ്ലവവും ഗുണ്ടായസവുമില്ലാതെ ശാന്തനായി കഴിയുമായിരുന്നില്ലേ? വെടിയേറ്റ് വീഴുമ്പോഴും നീ നിഷ്കളങ്കനായ ഒരു കുട്ടി തന്നെയായിരുന്നുവോ? നീ ഒരു വിപ്ലവകാരിയാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല പൗലോസേ. നീ ഒരു ഗുണ്ടയാണെന്നും എനിക്ക് വിശ്വസിക്കാനാവില്ല. നിന്റെ നിഷ്കളങ്കമായ മുഖത്തിന് ചേരാത്തതാണ് ആ രണ്ട് ഭാവങ്ങളും. പറ്റിവരണ്ട പുഴയുടെ മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോൾ കൊഴിഞ്ഞു വീണ എന്റെ സ്വപ്നങ്ങളിൽ നീയൊരു മൂകസാക്ഷിയായി വന്നില്ല എന്ന് ഞാൻ ഓർക്കുന്നു.
എനിക്ക് അവസാന കത്തുമായി നീ വന്നില്ല എന്നത് ഒരാശ്വാസമായിരുന്നു. എങ്കിലും നിനക്കിങ്ങനെയൊരു വിധി, അതിനുമൊക്കെ അപ്പുറം ഏതോ ഒരു പാഴ്മരുഭൂമിയിൽ കൊണ്ടിട്ട പോലെ. അനീതിക്കെതിരെ നിരന്തരം പടനയിച്ച ധീരനാണ് നമ്മുടെ പൗലോസ്. ആ രക്തസാക്ഷി മരിച്ചു വീണത് പാവങ്ങൾക്കും പീഡിതർക്കും വേണ്ടിയായിരുന്നു. നെഞ്ചിൽ വെടിയുണ്ടയേറ്റ് വീണെങ്കിലും പൗലോസ് മരിക്കുന്നില്ല, മരിക്കുകയുമില്ല. നമ്മുടെയൊക്കെ ഞരമ്പുകളിൽ, നമ്മുടെയൊക്കെ ചിന്തകളിൽ പൗലോസ് ജീവിക്കും. പൗലോസിന് മരണമില്ല, അവൻ വീണ്ടും വീണ്ടും ജനിക്കും. ഈ നാട്ടിൽ ധർമ്മം പുലർന്നു കാണാൻ മാഷേ സമരങ്ങൾ നയിക്കും. മാഷ് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. മാഷേ, അവിടെയാണ് അവൻ വെടിയേറ്റ് വീണത്. വെറുതെ അവിടെ ഒന്ന് നിൽക്കുകയായിരുന്നു ആ പാവൻ ചെക്കൻ. അപ്പോഴാണ് വെറുതെ ഇവിടെ ഒരു കൊച്ചു സ്വപ്നവുമായി നിന്ന് നിന്റെ നേർക്ക് ഒരു വെടിയുണ്ട പാഞ്ഞു വന്നുവല്ലേ. ഇവിടെ കിടന്ന് നീ മരിച്ചുവല്ലേ പൗലോസേ. നിഷ്കളങ്കനായ നിന്നെ ആരൊക്കെയോ വിപ്ലവകാരിയാക്കി, കുപ്രസിദ്ധ ഗുണ്ടയാക്കി. ഒരു വിപ്ലവവും കേവലം സ്വപ്ന സമാനമായ അനുഭവമല്ല, തീക്ഷ്ണമായ സത്യത്തിന്റെ മുഖമാണ് നമ്മെ കാണിച്ചു തരുന്നത്. ഈ രക്തം അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയല്ല, തലമുറകളിലേക്ക് പകർന്ന സമരത്തിന്റെ വീര്യമാണ്. പൗലോസിന്റെ രക്തം പുതിയൊരു പ്രഭാതത്തിന്റെ തുടുത്ത മുഖമാണ്. ആ രക്തത്തിൽ നിന്ന് ഉയർകൊള്ളുന്നത് പുതിയൊരു തലമുറയാണ്, വിപ്ലവത്തിന്റെ ചോര തുടിക്കുന്ന തലമുറ. പൗലോസിന്റെ രക്തം പകർന്നു കിട്ടിയ തലമുറ. ആ തലമുറയുടെ തുടക്കം ഇവിടെ നിന്ന്. പൗലോസിന്റെ രക്തത്തിൽ നിന്ന് ഉദയം കൊള്ളട്ടെ. നിങ്ങൾ ആ രക്തത്തെ ഒന്നുകൂടി നോക്കൂ. ആ രക്തം നമ്മുടെ രക്തം തന്നെയാണ്. പൗലോസേ, ഇത് വിപ്ലവകാരിയുടെ രക്തമാണ്, അതോ ഒരു ഗുണ്ടയുടെ ചോരയാണ്? നീ എന്തായി മാറിയാലും നിന്നെ അങ്ങനെ മാറ്റിയതിൽ ഞാനും ഉൾപ്പെടുന്നു. ഞാനടക്കമുള്ള ഈ സമൂഹം ഉൾപ്പെടുന്നു. അതുകൊണ്ട് നിന്റെ കഥയിലെ പ്രതിനായകൻ ഞാൻ കൂടിയാണ്. ഒരു വിപ്ലവത്തിനും വെടിയുണ്ടയ്ക്കും രക്തപ്പുഴയ്ക്കും നിന്നെ എന്നിൽ നിന്നും അകറ്റാനാവില്ല പൗലോസേ. നിന്നെ അറിയുന്നത്